അപ്പോൾ എലീശ എന്ന് പറയുന്ന ആളിനെ ഇവിടെ അഡ്രസ്സ് ചെയ്യുന്നത് ഏലിയാവിൻ്റെ കൈക്ക് വെള്ളം ഒഴിച്ച ശാഫാത്തിൻ്റെ മകൻ എലീശ എന്നാണ് അഡ്രസ്സ് ചെയ്യുന്നത്. എന്താണ്? ഏലിയാവിൻ്റെ കൈക്ക് വെള്ളം ഒഴിച്ച. പ്രൈസ് ദി ലോർഡ്. അതൊരു വലിയൊരു അഡ്രസ്സ് കൊടുക്കുന്ന ഒരു മറ്റൊരാളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പിന്നെ അവിടെ പറയുകയാണ് ഏലിയാവെന്ന് പറയുന്നത് അപ്പോൾ അത്ര വലിയ നിസ്സാരമായ ആളല്ല. അപ്പോൾ വലിയൊരു അഭിഷിക്തൻ, വലിയൊരു പ്രവാചകൻ ഉണ്ടായിരുന്നു ഏലിയാവ്. ആ ഏലിയാവിന് അപ്പോൾ രാജാക്കന്മാർ ചോദിക്കുകയാണ്, നമ്മുടെ ഈ കഷ്ടകാലത്ത് ദൂത് കേൾക്കാൻ ഇവിടെ ആരുമില്ലേ? പ്രൈസ് ദി ലോർഡ്. അന്നത്തെ കാലഘട്ടത്തിൽ ഭരണാധികാരികൾ, ഭരണകൂടങ്ങൾ, രാജാക്കന്മാർ അവർക്കൊരു പ്രശ്നം വന്നാൽ ആരടുത്താണ് പോകുന്നത്? ആരടുത്ത് പോകും? പ്രവാചകന്മാരുടെ അടുക്കലാണ് പോകുന്നത്. ഇന്നത്തെ ആൾക്കാരോ അവരുടെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ പ്രവാചകന്മാരോ ദൈവദാസന്മാരുടെ അടുക്കലല്ല പോകുന്നത്. പക്ഷേ ആ ഒരു സീസൺ മടങ്ങി വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇന്ന് ഇതിൽ കാണുന്നത് പോലെ ഈ സമൂഹത്തിലെ ഉന്നതന്മാരൊക്കെ കേഫമിനകത്ത് ദൂത് കേൾക്കാൻ വരാൻ പോവുകയാണ്. നിങ്ങളുടെ വീടുകളിൽ ദൂത് കേൾക്കാൻ വരാൻ പോവുകയാണ്. നിങ്ങളുടെ കൂട്ടുകാരും അയൽവാസികളും ഒക്കെ നിങ്ങളെ വിളിച്ച് സഹോദര, സഹോദരി, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ എടി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക, നിന്റെ ദൈവം വലിയവനെന്ന് എനിക്കറിയാം, നിന്റെ കൂടെ ദൈവം ഉണ്ടെന്നറിയാം. അപ്പോൾ സാധാരണ ഒരു കാള പൂട്ടിക്കൊണ്ട് നിന്നവൻ ഒറ്റ ദിവസം കൊണ്ട് ഭരണാധികാരികളും രാജാക്കന്മാരും ദൂത് കേൾക്കാൻ അയാളുടെ അടുക്കൽ വരണമെങ്കിൽ പണ്ടാണെങ്കിൽ വരത്തില്ല, പക്ഷെ ഇന്ന് വരുന്നു. അതിന് കാരണം ഒരു ഏലിയാവ് എന്ന പ്രവാചകൻ്റെ കൂടെ ഒരു 3-4 വർഷം ഞാൻ നടന്ന് ഒരു ശിഷ്യത്വം വഹിച്ച് അദ്ദേഹത്തിൻ്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. അത് മുന്നോട്ടുള്ളത് നോക്കുമ്പോൾ അവിടെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഇവിടെ പറയുകയാണ് കൈക്ക് വെള്ളം ഒഴിച്ചു. അതായത് ഒരു പ്രവാചകൻ്റെ കൂടെ നടന്ന് ആ പ്രവാചകൻ്റെ ആവശ്യങ്ങളും വീട്ടിൽ പച്ചക്കറി വാങ്ങിച്ചു കൊടുത്ത്, മീനും വാങ്ങിച്ചു കൊടുത്ത്, കൈക്ക് വെള്ളവും കൊടുത്ത്, പല കാര്യങ്ങളും ചെയ്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ശിഷ്യനായിട്ട് നിന്ന ഒരു ശിഷ്യത്വത്തിൻ്റെ മനോഭാവം ആർക്കുണ്ടായിരുന്നു? എലീശയ്ക്കുണ്ടായിരുന്നു. നല്ല ഒരു ശിഷ്യനെ നല്ലൊരു ശുശ്രൂഷകനാകാൻ പറ്റും. അടുത്തിരിക്കുന്നു പറഞ്ഞാട്ടെ, അത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാം ബാധകമാണ് ഇവിടെ പറയുന്നത് കേട്ടോ. വായിച്ചു അടുത്ത് അങ്ങോട്ട് ഞാൻ കൈ കൊടുത്ത് പറയാം, നല്ലൊരു ശിഷ്യനാകണം, ശിഷ്യത്തിയാകണം. നാട്ടുകാർക്കൊന്നും ശിഷ്യനായ കാര്യമില്ല. നിങ്ങളെ നടത്തുന്ന ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർക്ക് നിങ്ങൾ നല്ല ഒരു ശിഷ്യനാണെന്ന് തോന്നണം. ഹല്ലേലൂയ. അപ്പോൾ ദൈവദാസന്മാർക്ക് തോന്നണം, ഈ ആൾ കൊള്ളാം, ഇവൻ കൊള്ളാം, ഇവനെ നമ്മളെ കൂടെ നിർത്തിയാൽ കൊള്ളാം. അതായത് ഈ ഹൃദയം കൂടെ പോരുമെന്ന് പറയും. പ്രവാചകന്മാരുടെ ഹൃദയം അല്ലെങ്കിൽ അഭിഷിക്തന്മാരുടെ ഹൃദയം നിങ്ങൾ പോകുമ്പോൾ തന്നെ നിങ്ങളെ കൂടെ വരും. എലീശ ഗേഹസിയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ എന്നെ വിട്ട് പോയി പിന്നെ നയമാൻ്റെ അടുക്കൽ പോയി കൈക്കൂലി വാങ്ങിക്കാൻ പോയപ്പോൾ എൻ്റെ ഹൃദയം നിൻ്റെ കൂടെ പോകുന്നില്ലയോ? മനസ്സിലായോ? എത്ര പേർക്ക് മനസ്സിലായി? നാട്ടുകാരുടെ ഹൃദയം ഒന്നും വന്നിട്ട് ഒരു 5 പൈസയുടെ പ്രയോജനമില്ല. ഒരുപാട് നാൾ ആ ഹൃദയം ഉണ്ടാവില്ല. ഹല്ലേലൂയ. പക്ഷേ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരുടെ ഹൃദയം, ഹല്ലേലൂയ, സ്തോത്രം, നിൻ്റെ കൂടെ വന്നാൽ നിൻ്റെ ചരിത്രം മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരുടെ ഹൃദയം ചിലരോടൊക്കെ കൂടെ സഞ്ചരിക്കുന്ന ഹൃദയമാണ്. എല്ലാവരും പറഞ്ഞിട്ടെ, പ്രവാചകന്മാരുടെ ഹൃദയം സഞ്ചരിക്കും. ഹല്ലേലൂയ. അപ്പോൾ പറഞ്ഞാട്ടെ, പ്രവാചകന്മാരുടെ ഹൃദയം സഞ്ചരിക്കുന്ന ഹൃദയമാണ്. കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെ എന്നെ ഒരാൾ വിളിച്ചു പറഞ്ഞു, ഞാൻ സ്വപ്നത്തിൽ അവരുടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിടന്നുറങ്ങുമ്പോൾ ഞാൻ അവരുടെ ബെഡ്റൂമിൽ ഇറങ്ങി അവരോട് സ്വപ്നത്തിൽ സംസാരിക്കുന്നു, അവർക്ക് വേണ്ടി ദൂത് പറയുന്നു, പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് ഇന്ന് രാവിലെ ഒരാൾ എന്നെ വിളിച്ചു. അത് നമ്മളറിയുന്നില്ല. നമ്മൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെയാണ്. ഈ അന്യഭാഷയിലെ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് ഈ വെളിപ്പാടുള്ളവനെ ഇതൊക്കെ അറിയാം. അല്ലെങ്കിൽ വാ തുറന്ന് പ്രാർത്ഥിക്കും, ഉറങ്ങും അതിൻ്റെ ഇടയിൽ, അല്ലാതെ ഒരു 5 പൈസ പ്രയോജനം കാണില്ല. എന്നാൽ വെളിപ്പാടുള്ളവന് അറിയാം അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നത് ബുദ്ധി അഫലമാകുമ്പോഴാണ്. മനുഷ്യൻ്റെ ബുദ്ധി അഫലമാക്കിയിട്ട് ആത്മാവ് നമുക്ക് വേണ്ടി തുണ നിന്ന് പ്രാർത്ഥിക്കുന്നതാണ് അന്യഭാഷ. അങ്ങനെ അന്യഭാഷയെ പ്രാർത്ഥിക്കുമ്പോൾ ആർക്കൊക്കെ വേണ്ടി, എവിടെയൊക്കെ ഏതൊക്കെ രാജ്യങ്ങളിരിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു നമുക്ക് തന്നെ അറിയത്തില്ല. നമ്മുടെ ബുദ്ധിയിൽ പ്രാർത്ഥിച്ചാൽ അപ്പോഴും നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് ബന്ധമുള്ളവനെ പ്രാർത്ഥിക്കൂ, അപ്പോൾ നമുക്ക് ഓഫറിങ് തന്നവനൊക്കെ പ്രാർത്ഥിക്കൂ. അല്ലെങ്കിൽ ആത്മാവ് അഫലമാക്കി, അതായത് ബുദ്ധി അഫലമായാൽ ആത്മാവ് ഉണർന്നാൽ
പരിശുദ്ധാത്മാവ് എങ്ങനെ ഏവണ്ണം ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധാത്മാവിന് അറിയാവുന്നത് കൊണ്ട് നമ്മൾ പോലും അറിയാതെ ലോകരാജ്യങ്ങളിൽ ആവശ്യമായിട്ടിരിക്കുന്നവർക്ക് വേണ്ടി, ഒരു പക്ഷേ കുവൈറ്റിലിരിക്കുന്ന ആൾക്ക് അന്യഭാഷ പറയുമ്പോൾ അവർക്കായിരിക്കാം പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. എന്നുവെച്ചാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ സഭയിലുള്ളവരും ആവശ്യത്തിലിരിക്കുന്നവർക്ക് വേണ്ടി നമ്മളെ കൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് അന്യഭാഷ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ വേറൊരു രാജ്യത്തിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ അവരുടെ സ്വപ്നത്തിൽ ചെന്ന് നിന്ന് സംസാരിക്കുന്ന വെളിപ്പാടുകൾ കിട്ടാനിടയാകും. ഹല്ലേലൂയ. അന്യഭാഷയുടെ പ്രാർത്ഥനയുടെ പവർ അറിയാത്തില്ലെങ്കിൽ അതിൻ്റെ വില അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് അവർ മലയാളത്തിൽ പ്രാർത്ഥിച്ചാൽ പോരാട്ടം ഉണ്ടാകും. അതായത് പാഴ്സി രാജാവ് ആകാശമണ്ഡല ദുഷ്ടാത്മ സേനകൾ നമ്മുടെ പ്രാർത്ഥനകളെ ബ്ലോക്ക് ചെയ്യും. എന്നാൽ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാൽ ഒരു ശക്തികൾക്കും ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. നിന്റെ അന്യഭാഷയുള്ള പ്രാർത്ഥന നേരെ സ്വർഗത്തിലോട്ട് അങ്ങ് ചെല്ലും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അന്യഭാഷയിലുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സ്വർഗീയമായ ബന്ധം പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഹല്ലേലൂയ. അപ്പം പിന്നെ പ്രവാചകന്മാരുടെ ഹൃദയം എന്ത് ചെയ്യുന്നു? സഞ്ചരിക്കുന്ന ഹൃദയമാണ്. എല്ലാവരും പറഞ്ഞാട്ടെ, പ്രവാചകന്മാരുടെ ഹൃദയം സഞ്ചരിക്കുന്ന ഹൃദയമാണ്. ഈ വർഷം നിങ്ങളുടെ ഹൃദയം ശക്തമായിട്ട് ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരെ കൂടെ ആണെങ്കിൽ, ദൈവദാസന്മാരെ കൂടെ ആണെങ്കിൽ, കർത്താവിൻ്റെ കൂടെ ആണെങ്കിൽ, ദൈവമക്കളെ കൂടെ ആണെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഹല്ലേലൂയ, നിങ്ങളുടെ ചരിത്രം, നിങ്ങളുടെ തലമുറയുടെ ചരിത്രം, നിങ്ങളുടെ ജീവിതമെല്ലാം മാറും. മാനസാന്തരത്തിൻ്റെ ഫലം കായ്ക്കേണ്ടതിന് പ്രവാചകന്മാരുടെ ഹൃദയം നിന്റെ ഹൃദയത്തോട് ചേർന്ന് നടക്കണമെങ്കിൽ ഈ നാളുകളിൽ ആത്മീകമായി വർദ്ധിക്കാൻ, ആത്മീകമായ വളർച്ച ഉണ്ടാകാൻ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? എന്തിനാണ് ആരാധനകൾ പങ്കെടുക്കുന്നത്? ഹല്ലേലൂയ. ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തെ അടുത്ത് ആത്മീക വിടുതലുകൾ പ്രാപിക്കാൻ, ആത്മീക വർധനവ് പ്രാപിക്കാനാണ്. ജാതികളെ പോലെ ജീവിക്കാനല്ല, ജാതികളെ പോലെ സംസാരിക്കാനല്ല, ജാതികളെ പോലെ ചിന്തിക്കാനല്ല ഈ ആലയത്തിൽ നമ്മൾ വരുന്നത്. ആലയത്തിനോട് കൂറുള്ളവരായിരിക്കേണ്ടതിന്, ആലയത്തിനോടൊരു ദൈവിക കൂറ് ഉള്ളവരായി മാറേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആലയത്തോട്, ദൈവത്തോടൊരു കൂറുള്ളവരായി പരിശുദ്ധാത്മാവിൽ നിങ്ങൾ മാറേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആലയം വിഴുങ്ങുന്നവരായിട്ടല്ല, ആലയത്തെ പണിയുന്നവരായി മാറുവാൻ, ആലയത്തെ വിഴുങ്ങുന്നവരായിട്ടല്ല, ആലയത്തിന് വിരോധമായി സംസാരിക്കുന്നവരായിട്ടല്ല, ആലയത്തെ പണിയാനൊരു വലിയ ഗ്രൂപ്പ് ഇതിനകത്ത് നിന്ന് എഴുന്നേറ്റ്, ഹല്ലേലൂയ, സ്തോത്രം. ഏലിയാവിന്റെ ഹൃദയം, എലീശയുടെ ഹൃദയം ഗേഹസിയുടെ ഹല്ലേലൂയ പോയ സ്ഥലത്തെത്തിയതുപോലെ, കൂടെ പോയതുപോലെ അഭിഷിക്തന്മാരുടെ ഹൃദയം ഈ വർഷം നിങ്ങളെ കൂടെ വരാൻ പോവുകയാണ്. നിങ്ങൾ പോകുന്ന ഇടങ്ങളിൽ, സ്ഥലങ്ങളിൽ, എവിടെയൊക്കെ നിങ്ങൾ പോയി എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പ്രവാചകന്മാരുടെ ഹൃദയത്തിൽ അത് തിരിച്ചറിവുണ്ടാകുവാനിടയാകും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഏലിയാവിൻ്റെ കൈക്ക് വെള്ളമൊഴിച്ചവനായിട്ട് എലീശയെ പരിചയപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. അതിന് ഏതൊരുവിധ നാണക്കേടും ആർക്കുണ്ടായില്ല? എലീശയ്ക്കില്ല. കാരണം എലീശ പറഞ്ഞു, ശരിയാണ്, ഞാൻ ഏലിയാവിൻ്റെ കൈക്ക് വെള്ളം ഒഴിച്ചവനാണ്. ഒരു ദൈവദാസനെ സെർവ് ചെയ്യുന്നത് കൊണ്ടും, ദൈവദാസന് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നത് കൊണ്ടും, ദൈവദാസന്മാർ പറഞ്ഞാൽ അനുസരിക്കുന്നത് കൊണ്ടും ഒരു നാണക്കേടും ഉണ്ടാകത്തില്ല. അവിടെ ഒരു വലിയ അനുഗ്രഹം വെളിപ്പെടാനിടയാകും. എപ്പോഴും പ്രവാചകന്മാരൊരു, അല്ലെങ്കിൽ അഭിഷിക്തന്മാർ, പാഷന്മാർ നിങ്ങളോടൊരു കാര്യം പറയുമ്പോൾ അതനുസരിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, അത് നിങ്ങളുടെ തലമുറയ്ക്കും നിങ്ങൾക്കും എത്ര തലയിൽ എണ്ണ ഒഴിച്ചതുപോലെയാണ്. നിങ്ങളുടെ തലയ്ക്ക് എണ്ണ വന്ന് വീഴുന്നത് എന്ന് പറഞ്ഞാൽ ഗുരുക്കന്മാർ, നിങ്ങൾ നടത്തുന്നവരും, നിങ്ങളെ പിന്നെ ആത്മീകമായി നടത്തുന്നവർ, ഒരു ഭർത്താവ് ഭാര്യയോടൊരു കാര്യം പറയുമ്പോൾ അതനുസരിക്കുകയാണെങ്കിൽ അത് അവളുടെ അസ്ഥികൾക്ക് ഭയങ്കര ബലം കൊടുക്കുന്നതായി മാറുമെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. അതുപോലെ തന്നെയാണ് ആത്മീക കാര്യത്തിലും അഭിഷിക്തന്മാർ പറയുന്നൊരു കാര്യം അനുസരിച്ചാൽ അവരുടെ ജീവിതം ധന്യമായി മാറുകയാണ്. ഹല്ലേലൂയ. അതായത് ദൈവത്തിന് പകരക്കാരനായി നിൽക്കുന്നവരെ ഒരു കാര്യം പറയുമ്പോൾ ദൈവം സംസാരിക്കുന്നതിന് തുല്യമാണെന്ന് മനസ്സിലാക്കി അതിന് മറുതലി കൊടുക്കാതെ, അതിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് ഭാഷന്മാരെ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കാതെ തന്നെത്താൻ താഴ്ത്തി ഏൽപ്പിച്ചാൽ എന്ന് ഭയങ്കര ബ്ലെസ്സിങ് നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അനുസരണമാണ് അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. എവിടെ അനുസരണമില്ലയോ അവിടെ അനുഗ്രഹം ഉണ്ടാകുകയില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവിടെ പറയാണ്, ഏലിയാവിൻ്റെ കൈക്ക്
വെള്ളമൊഴിച്ച എലീശ എന്ന് പറയുന്ന ആള് ഈ രാജ്യത്തുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഒരു പ്രശ്നം വന്നപ്പോൾ ഇസ്രായേലിൻ്റെ രാജാവ് മോവാബിൻ്റെ രാജാവിൽ നിന്ന് യുദ്ധം വന്നപ്പോൾ ഇസ്രായേൽ രാജാക്കന്മാർ ആരെ കാണാൻ വന്നു? എലീശയെ കാണാൻ വരികയാണ്. നമ്മുടെ സഭയ്ക്കകത്ത് ചിലരൊക്കെ കയറി വരാൻ പോവുകയാണ്. ഇപ്പം ഈ പട്ടണത്തിലെ ഉന്നതന്മാരും രാജാക്കന്മാരും ഭരണകൂടങ്ങളും ഭരണാധികാരികളും വരും കാലഘട്ടങ്ങളിൽ KFM ഗ്ലോബൽ വർഷിപ്പ് സെന്ററിനകത്ത് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് വാ തുറന്ന് ഹല്ലേലൂയ പറഞ്ഞ് സ്തോത്രം പറഞ്ഞ് ആമേൻ പറഞ്ഞ് കരങ്ങളെ അടിച്ച് ഏറ്റെടുത്താട്ടെ, അത് റിസീവ് ചെയ്താട്ടെ. നമ്മുടെ സഭയുടെ ലെവല് മാറാൻ പോവുകയാണ്. ശക്തമായിട്ട് അന്യഭാഷകൾ പറഞ്ഞ് ഞങ്ങൾ ഈ ദൂതിനെ ഏറ്റെടുക്കുന്നു. ഞങ്ങളുടെ സഭയിൽ വരുന്ന ആഴ്ചകളിൽ തന്നെ ഞങ്ങൾ ഇന്ന് വരെ കാണാത്ത, ഞങ്ങൾക്ക് ഞെട്ടിപ്പോകുന്ന, ആശ്ചര്യപ്പെടുന്ന ഉന്നതന്മാർ, പട്ടണത്തിലെ ഉന്നതന്മാർ, ഈ ദേശത്തിലെ ഉന്നതന്മാർ 2025 ആരംഭത്തിൽ തന്നെ ദൈവസഭയിൽ പോംവഴിക്ക് വേണ്ടി ഞങ്ങൾക്ക് ഈ യുദ്ധത്തിൽ എന്താണ്, ഏത് വഴിക്ക് ഞങ്ങൾ പോകണം, എങ്ങനെ ആക്രമിക്കണം, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പരിശുദ്ധാത്മാവിനോട് ചോദിക്കാൻ, പ്രവാചകനെ കണ്ട് ചോദിക്കാൻ കർത്താവ് പറയാണ്, ഇന്ന് ഈ ദൂത് പറയുമ്പോൾ ഇത് സഭയ്ക്കുള്ള ദൂതാണ്. ഈ സഭയെ നോക്കി ഞാൻ പ്രവചിക്കുന്നു, രാജാക്കന്മാർ ഇവിടെ കയറി വരാൻ പോകുന്നു. ഉന്നതന്മാർ 2025 ഇന്ന് വരെ വിശ്വാസികൾ, സാധാരണ വ്യക്തികൾ കയറി വന്ന ഇടത്ത് വലിയ ഉന്നതന്മാർ ഓടി കയറി, രാജാക്കന്മാരും ഉന്നതന്മാരും മൾട്ടി ബില്യനേഴ്സും ഇതിനകത്ത് വന്ന് കയറുന്ന ഒരു സീസൺ വെളിപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ ജീസസ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം വായിച്ചാട്ടെ, പ്രൈസ് 20ാമത്തെ വാക്യം വായിക്കേ. പിറ്റേന്നാൾ രാവിലെ ഭോജനയാഗത്തിന്റെ സമയത്ത് വെള്ളം ഏദോം വഴിയായി വരുന്നത് കണ്ടു. ദേശം വെള്ളം കൊണ്ട് നിറഞ്ഞു. അപ്പൊ അവര് വന്ന് ഏദോം രാജാവും യഹോശാഫാത്തും ഇസ്രായേൽ രാജാവും 3 പേര് ആരെ കാണാൻ വന്നു? എലീശയെ കാണാൻ വന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എലീശ എന്ത് പറഞ്ഞു? 13ാമത്തെ വാക്യം വായിക്കേ. എനിക്കും നിനക്കും തമ്മിൽ എന്ത്? നീ നിന്റെ അപ്പന്റെ പ്രവാചകന്മാരുടെ അടുക്കലും നിന്റെ അമ്മയുടെ പ്രവാചകന്മാരുടെ അടുക്കലും ചെല്ലുക. ആഹാബ് മരിച്ച ആണ്ടിലാണ് പിന്നെ ഈ രാജാവായപ്പോഴേ പ്രശ്നം. ആഹാബിന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ പൊയ്ക്കൊണ്ടിരുന്നത് കള്ളപ്രവാചകന്മാരുടെ അടുക്കലായിരുന്നു. അതുകൊണ്ടാണ് എലീശ പറഞ്ഞത്, മുഖത്ത് നോക്കി പച്ചയ്ക്ക് എലീശ പറയുകയാണ്, എൻ്റെ അടുക്കൽ നീയൊക്കെ എന്തിനാ വന്നത്? ഇതിനു മുമ്പ് നിങ്ങൾ എവിടെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്? നിന്റെ അപ്പനും അമ്മയൊക്കെ എവിടെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്? കള്ളപ്രവാചകന്മാരുടെ അടുക്കലും ലക്ഷണവിദ്യ പറയുന്നവൻ്റെ അടുക്കലും മുഖം നോക്കും പറയുന്നവൻ്റെ അടുക്കലും കൈനോട്ടക്കാരുടെ അടുക്കലും പൊയ്ക്കൊണ്ടിരുന്ന നീയൊക്കെ എന്തിനാ എൻ്റെ അടുത്ത് വന്നത് എന്ന് പച്ചയ്ക്ക് അങ്ങ് ചോദിക്കുക. ഹല്ലേലൂയ. എന്നിട്ട് ആ പ്രവാചകൻ പറയുകയാണ്, അപ്പോൾ 3 രാജാക്കന്മാരും മോവാബ്യരുടെ കയ്യിൽ ഏൽപ്പിക്കുന്ന ദൈവം യഹോവ അവരെ വിളിച്ചു വരുത്തിയിരിക്കുക എന്ന് പറഞ്ഞു. അതിന് എലീശ, ഞാൻ സേവിച്ചു നിൽക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാണ്, യഹൂദ രാജാവായ യഹോശാഫാത്തിന്റെ മുഖം ഞാൻ ആദരിച്ചല്ലോ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഏത് വഴി പോകണമെന്ന് പറഞ്ഞു. ഒരു വീണക്കാരനെ കൊണ്ടുവരിക. അപ്പോൾ പണ്ടത്തെ പ്രവാചകന്മാരുടെ പ്രവചന ദൂത് വരണമെങ്കിൽ ഒരു സംഗീതം അതിനാവശ്യമാണ്. ഹല്ലേലൂയ. പഴയ നിയമത്തിലെ പ്രവാചകന്മാരുടെ പ്രത്യേകത വീണക്കാരന്മാർ വരും. അല്ലെങ്കിൽ ദാവീദ് വീണ വായിക്കുമ്പോൾ പിശാച് ഇളകുമായിരുന്നു. പണ്ടത്തെ പ്രവാചകന്മാർ വീണ വായിക്കുന്ന സമയത്താണ് അവരുടെ ആത്മാവ് കയറും, അവർ ഉടനെ ദൂത് പറയാൻ തുടങ്ങും. അതെപ്പോഴും അങ്ങനെയല്ല. ഇപ്പോഴും ഈ ഒരു സന്ദർഭത്തിൽ എലീശ പറയുകയാണ്, ഒരു വീണക്കാരനെ കൊണ്ടുവരിക. വീണ വായിക്കുമ്പോൾ തന്നെ എലീശയുടെ മേൽ ദൈവത്തിൻ്റെ യഹോവയുടെ ആത്മാവ് കയറി വരും. എന്നാൽ പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. അത് പഴയ നിയമത്തെ പോലെയല്ല. നമ്മുടെ മേൽ എപ്പോഴും ഈ പരിശുദ്ധാത്മാവ് ഉണ്ട്. ഒരു വീണ വായിച്ചാലും ഇല്ലെങ്കിലും, ഒരു ഗിറ്റാർ വായിച്ചാലും ഇല്ലെങ്കിലും, ഒരു കീബോർഡ് വായിച്ചാലും ഇല്ലെങ്കിലും, പുതിയ നിയമത്തിലെ പ്രവാചകന്മാരുടെ പ്രത്യേകത എപ്പോഴും നിന്റെ അകത്ത് യേശു വസിക്കുന്നത് കൊണ്ട് നിനക്കെപ്പോഴും പ്രാർത്ഥിക്കാൻ പറ്റും.
നിനക്കെപ്പോഴും ആരാധിക്കാൻ പറ്റും, നിനക്കെപ്പോഴും പ്രവചിക്കാൻ പറ്റും, നിനക്കെപ്പോഴും ദൂത് പറയാനും വെളിപ്പാട് കാണാനും പറ്റും. ഹല്ലേലൂയ. എലീശ പറഞ്ഞു വീണക്കാരനെ കൊണ്ടുപോയി, ഞാൻ ആത്മാവ് അങ്ങോട്ട് കയറിയാൽ മാത്രമേ എനിക്ക് ദൂത് പറയാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. വീണക്കാരൻ വന്നു, വീണ അങ്ങോട്ട് വായിക്കാൻ തുടങ്ങിയപ്പോൾ എലീശയുടെ മേൽ അസാധാരണമായ പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ, ദൈവത്തിൻ്റെ കൈ അവൻ്റെ മേൽ വന്നു എന്ന്. ഹല്ലേലൂയ. ഈ താഴ്വരയിൽ അനേകം, എന്താ 17-ാമത്തെ വാക്യം 16 താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവീൻ. പ്രൈസ്. എല്ലാവരും പറഞ്ഞു ആ താഴ്വരയിൽ നല്ല പറഞ്ഞത്, ആ താഴ്വരയിൽ നല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഈ താഴ്വര, അതായത് കവടിയാറ് തന്നെ കുഴികൾ വെട്ടാൻ. നീ ആയിരിക്കുന്ന സ്ഥലത്ത്, ദേശത്ത് തന്നെ ദൈവം നിന്നെ മാനിക്കാൻ പോവുക. നിന്റെ സ്വന്തം ദേശത്ത് തന്നെ ഒരു കുഴി നീ വെട്ടണം. നീ വിശ്വാസത്താൽ ചിലത് ചെയ്യണം. ഇന്ന് ഈ ദൂത് ആത്മാവ് കൈമാറ്റം ചെയ്യുക. നീ ഈ കുഴികൾ, ഈ സ്ഥലത്ത് കുഴികളെ വെട്ടുവേൻ. അതായത് അവിടെ വെട്ടാനല്ല, മാറി വെട്ടാനല്ല, എവിടെയെങ്കിലും പോയി വെട്ടാനല്ല, ഇവിടെ തന്നെ വെട്ടുവേൻ, ഇവിടെ തന്നെ കുഴിക്കുവേൻ. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് തന്നെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചിലത് ചെയ്യാൻ പോകുന്നു. അവിടെ പറയുന്ന വിശ്വാസത്താൽ കുഴികളെ വെട്ടുവേൻ. ഹല്ലേലൂയ. നമ്മൾ എന്തെങ്കിലും ചെയ്താലേ അവിടെ നിറയൂ. പ്രൈസ് ദി ലോർഡ്. അവിടെ ദൈവം പറയുന്നത് ഈ സ്ഥലം അല്ലെ ആ സ്ഥലമല്ല, ഇവിടെ തന്നെ എന്ത് ചെയ്യണം? ആദ്യം എന്ത് ചെയ്യണം? മൺവട്ടി എടുക്കണം. ഒന്നും കാണുന്നില്ല, മഴയില്ല, കാറ്റില്ല. അടുത്ത് പറഞ്ഞാൽ മഴയില്ല, കാറ്റുമില്ല. പക്ഷേ മഴയില്ലെങ്കിലും കാറ്റില്ലെങ്കിലും ദൈവം പറയുന്ന ദൂത് നീ വിശ്വസിച്ചാൽ 2025 നിന്റെ ഭർത്താവ് മാനസാന്തരപ്പെട്ട് ഈ സഭയ്ക്കകത്ത് കയറി വന്ന് അനുഗ്രഹിക്കപ്പെട്ടവനായി മാറി അതിനെ ദൈവം തൊടും. ഹല്ലേലൂയ. നീ ദൈവരാജ്യത്തിന് ദൈവവേലയ്ക്കും വേണ്ടി ചെയ്തതിനെല്ലാം ദൈവം ഇരട്ടി പ്രതിഫലം തരാൻ പോവുകയാണ്. ഹല്ലേലൂയ. 2025 മഴയില്ല, കാറ്റില്ല, പക്ഷേ ദൈവം ആ വ്യക്തിയെ തൊടട്ടെ. ചിലരെയൊക്കെ ദൈവം തൊടട്ടെ. മാനസാന്തരത്തിന്റെ സ്വഭാവങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. യേശു നിങ്ങളെ തൊടാൻ പോകുന്നു. ദൈവം നിന്നെ തൊടാൻ പോകുന്നു. നിങ്ങളെ ദൈവം തൊടാൻ പോകുന്നു. കാറ്റ് കാണുകയില്ല. ദൈവരാജ്യത്തിന് വേണ്ടി അഹോരാത്രം ഈ സഭയിൽ നിന്ന് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്താലും അതിന്റെ ഫലം തലമുറകളുടെയും 2025 വിടുതലുകൾ പ്രാപിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളോട് ദൂത് പറയുന്നു. ഇന്ന് നിങ്ങൾ ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് ഇരിക്കുന്ന സമയം വെറുതെയല്ല. ഈ 2025 ആദ്യത്തെ വെള്ളിയാഴ്ച ദൂത് പറയാണ്, നീ ആയിരിക്കുന്ന ദേശത്ത് നീ വിശ്വാസത്താൽ കുഴികളെ വെട്ടാൻ തയ്യാറാണെങ്കിൽ മഴയില്ലെങ്കിലും കാറ്റും വേണ്ട, മഴയും വേണ്ട. അതായത് ഒരു മഴയ്ക്ക് മുമ്പ് എന്തൊക്കെ വേണമെന്നാണ് ശാസ്ത്രം പറയുന്നത്, അല്ലെങ്കിൽ സാധാരണമായി പ്രകൃതി ശാസ്ത്രം എന്താണ്? മഴ ഉണ്ടാകുന്നതിന് മുമ്പ് എന്തൊക്കെ ഉണ്ടാവും? ഇപ്പൊ ഇവിടെ എന്താണ് ഇരിക്കുന്നത്? കാറ്റ് കാണുകയില്ല, കാറ്റും ഇല്ല, മഴയും ഇല്ല, എന്നാലും കുഴികളെ വെള്ളം നിറയുന്നതാണ്. അതായത് സാധാരണ വെള്ളം നിറയണമെങ്കിൽ എന്തൊക്കെ ഉണ്ടാവണം? ഒരു വലിയ കുഴി വെട്ടി അവിടെ വെള്ളം നിറയണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ കിണറ്റിൽ നിന്ന് വാരി ഒഴിക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? മഴ വരണം. പക്ഷെ ഇതൊന്നും ഇല്ലാതെയും വെള്ളം നിറയ്ക്കാൻ ആർക്ക് പറ്റുമെന്ന്? അതായത് ഇടിയും മിന്നലും ഉണ്ടെങ്കിൽ അതിന് ശേഷമാണ് മഴ ഉണ്ടാകുന്നത്, അല്ലേ? ആ ഇടിയും മിന്നലും ഇല്ലാതിരുന്നപ്പോൾ തന്നെ നോഹയുടെ കാലത്ത് ദൈവം എന്ത് പറഞ്ഞു? വെള്ളം പൊങ്ങുമെന്ന്. അന്ന് വരെ ഭൂമിയിൽ നിന്ന് വെള്ളം വന്നാണിത്, അല്ല മഴ ഇടിയില്ല. പക്ഷേ ഇത് ഉണ്ടാകുമെന്ന് ഇതൊന്നും കാണാതെ, എന്താണ് ഇടിയെന്ന് അറിഞ്ഞുകൂടാ, എന്താണ് മിന്നലെന്ന് പറഞ്ഞുകൂടാ, എന്താണ് കാറ്റെന്ന് പറഞ്ഞുകൂടാ, എങ്ങനെ ഇരിക്കും മഴയെന്ന് പോലും ആർക്കറിഞ്ഞുകൂടാ. അപ്പം നമുക്ക് ഒന്നും അറിഞ്ഞുകൂടാ. പക്ഷേ ഒന്നും ഇല്ലെങ്കിലും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ഒരു ദൈവം. നമുക്ക് ഇപ്പോൾ ഒന്നും കാണാനൊന്നുമില്ല. 2024 നിന്ന് 25 കയറിയിട്ട് ഒന്നും കാണാനില്ല, പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും കാണാനില്ല. പക്ഷേ ദൈവം പറയുകയാണ്, ഒന്നും കാണാതെ ഇരിക്കുമ്പോൾ തന്നെ നീ വിശ്വാസത്താൽ കുഴികളെ വെട്ടാൻ തുടങ്ങുമ്പോൾ കാറ്റുമില്ല, മഴയുമില്ലാത്ത ഒരു പ്രകൃതി, ഒരു ഇരുണ്ട ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമൊന്നും കാണാനില്ല. ഒരു മഴയുടെ ഒരു ലക്ഷണവും അന്തരീക്ഷത്തിലില്ല, ഒരു ലക്ഷണവും ഇല്ല. പക്ഷേ ഈ വരുന്ന ദിവസങ്ങളിൽ ഞാനും നീയും ഈ സഭയും അത്ഭുതം കാണാൻ പോകും. ഞാനത് വിശ്വസിക്കുന്നു. ഇതൊരു ദൂത. ഇന്ന് ഈ ദൂത് പറയാൻ കാരണം ഇന്ന് രാവിലെ ഞാൻ കേട്ട ദൂതായത്. ഇത് ഞാൻ ഇവിടെ അങ്ങ് പറഞ്ഞ് ഉറപ്പിക്കുകയാണ്, ഇത് കൺഫസ് ചെയ്യുകയാണ്.
ഇതെൻ്റെ ജീവിതത്തെ നോക്കി ഒരു പ്രവാചകൻ പറഞ്ഞ ദൂതിനെ ഞാൻ നിങ്ങൾക്കും കൂടെ പകർന്നു തരികയാണ്. വേണമെങ്കിൽ ഏറ്റെടുത്തോ. വൻപിച്ച ദൂതായത്. ഒന്ന് രാജാക്കന്മാർ നമ്മുടെ സഭയിൽ വരും, ദൂത് കേൾക്കാൻ വരും. പ്രവാചകന്റെ പ്രവചനത്തിന്റെ കാലഘട്ടം എന്താ മാറാൻ പോകുന്നു. 3-ാം അധ്യായം മുതൽ എലീശ പ്രവാചകന്റെ മിനിഷി ചേഞ്ച് ആവുകയാണ്. ഡബിൾ പോർഷൻ അനോയിന്റിങ്ങോടെ നിറയുക, ഒരു ഇരട്ടി അഭിഷേകത്തോടെ നിറയുക. കാലഘട്ടങ്ങൾ മാറുന്നു, ശുശ്രൂഷകൾ മാറുന്നു, അഭിഷേകം മാറുന്നു, അധികാരം മാറുന്നു, മിനിഷികൾ മാറുന്നു. ഒരു അറിയപ്പെടാതിരുന്ന എലീശയെ ഒരു പബ്ലിസിറ്റിയും പ്രസിദ്ധിയും ഉണ്ടാകുന്നത് 3-ാം അധ്യായത്തോടെ എലീശയുടെ ചരിത്രം ഭയങ്കരമായി ചേഞ്ച് ആവുകയാണ്. എലീശ ഒരു വാക്ക് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാത്ത ഒരു സീസൺ ഉണ്ടാകുന്ന 3-ാം അധ്യായം മുതലാണെങ്കിൽ 3-ാം നാള് അത്ഭുതത്തിന്റെ നാളാ. ഹല്ലേലൂയ. 3-ാം നാളിനൊരു പ്രത്യേകതയുണ്ട്. അത് അത്ഭുതത്തിന്റെ നാളാണ്. കാനാവിലെ കല്യാണത്തിന് അത്ഭുതം നടന്ന നാള്, യേശുവിന്റെ ഉയർപ്പിന്റെ നാള്. 3-ാം നാൾ എലീശ എന്ന പ്രവാചകന്റെ ഉയർപ്പിന്റെ നാള്. എലീശ പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാത്ത നാള്. എലീശയെ കാണാൻ രാജാക്കന്മാർ വരുന്ന സീസൺ. എലീശ പറയുന്ന ദൂത് വീര്യപ്രവർത്തികളായി മാറി. അങ്ങോട്ടും ഇങ്ങോട്ടും അത് പച്ചരയും കത്രികയും പോലെ പ്രവചന ദൂതുകൾ സംഭവിക്കപ്പെടുന്നൊരു സീസണിലോട്ട് ദൈവസഭ മാറാൻ പോവുകയാണ്. ലോകരാജ്യങ്ങളിൽ നിന്ന് ജനങ്ങൾ ഇവിടെ കയറി വരാൻ പോകുന്നു. ഈ 3-ാം നാളിൽ വിടുതൽ സംഭവിക്കുന്നു. ഇന്നിവിടെ ഡിക്ലെയർ ചെയ്യുന്ന ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. നിങ്ങളുടെ ചരിത്രങ്ങൾ മാറാൻ പോവുകയാണ്. ഇന്ന് നിങ്ങൾ വീട്ടിൽ മടങ്ങി ചെല്ലുമ്പോൾ ഒരു അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം കാത്തിരിക്കുന്നു. ഓ ജീസസ്. ഹല്ലേലൂയ ജീസസ്. നോക്ക് 3-ാമത്തെ അധ്യായം. ഹല്ലേലൂയ. 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ എടുത്തു. ഹല്ലേലൂയ. അപ്പോൾ ഒരു അച്ചട്ടാറ്റ് വിടുതൽ നടക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും മാറൂല. 3-ാം നാളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റിസറക്ഷനാ, ഉയർത്തെഴും. നിന്നെ വെളിച്ചം കാണിക്കത്തില്ലെന്ന് പറഞ്ഞ വിഷയം ആത്മാവ് വെളിച്ചം കാണിക്കാൻ പോവുക. വെളിച്ചം കാണാൻ പോകുന്നു. ചില വിഷയങ്ങളിൽ ദൈവാത്മാവ് പറയാണ് വെളിച്ചം കാണാൻ പോകുന്നു. വലിയ വെളിച്ചം, സത്യ വെളിച്ചം, ജീവന്റെ വെളിച്ചം നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടാൻ പോകുന്നു. മരിച്ച ലാസർ എഴുന്നേക്കാൻ പോകുന്നു. മരിച്ച യേശു കർത്താവ് ഉയർത്തെഴുന്നേക്കുന്ന ദിവസം, പച്ചവെള്ളത്തെ വീണാക്കുന്ന ദിവസം. കർത്താവ് പറയാ ഹല്ലേലൂയ. കാറ്റ് കാണുകയില്ല എന്ന് പറഞ്ഞാട്ടെ. കാറ്റുമില്ല, മഴയില്ല, ഒന്നും കാണാനില്ല. 3-ാം നാള് കല്യാണ വീട്ടിലും ഒന്നും ആരും കണ്ടില്ല. പെട്ടെന്ന് അവിടെ നടന്ന പെട്ടെന്ന് നൊടിയുടെ നേരം, അതായത് പെട്ടെന്ന് നൊടിയുടെ നേരം കൊണ്ട് ഒരു ഭൂകമ്പം ഉണ്ടായി. യേശു ഉയർത്തെഴുന്നേറ്റു. യേശുവിനെ കാണാനില്ല. അതുപോലെ തന്നെ പെട്ടെന്ന് പച്ചവെള്ളം വീഞ്ഞായി മാറി. നൊടിയുടെ നേരം കൊണ്ട് കണ്ണ് തുറക്കുന്നതിന് മുമ്പ്, കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് ചില വിടുതലുകൾ. കേട്ടോ, പെട്ടെന്ന് ചില വിടുതലുകൾ. ആത്മാവ് പറയുക, പെട്ടെന്ന് ചില വിടുതലുകൾ നിങ്ങളുടെ ജീവിതത്തെ നോക്കി ആത്മാവ് വിളിച്ചു പറയുക. ഇന്ന് 3-ാം തീയതി, 3-ാമത്തെ ദിവസം, ഉയർപ്പിന്റെ ദിവസം, വിടുതലിന്റെ ദിവസം. നൊടിയുടെ നേരം കൊണ്ട് കണ്ണ് തുടച്ച് അടയ്ക്കുന്നതിന് മുമ്പ് ദൈവാത്മാവ് നിങ്ങളുടെ ജീവിതത്തെ നോക്കി പ്രവചിക്കുന്നു. നൊടിയുടെ നേരത്തിൽ ചില വിടുതലുകൾ ആത്മാവ് തരാൻ പോയ. ദൂതൻ ഇറങ്ങുന്നു. പച്ചവെള്ളം വീഞ്ഞാകുന്നു. ഏഞ്ചൽസ് ഇറങ്ങുന്നു. സ്വർഗീയ ദൂതന്മാർ ഇറങ്ങുന്നു. പ്രവാചകന്മാർ ദൂത് പറഞ്ഞാൽ ഉടനെ ഏഞ്ചൽസ് ഇറങ്ങും. ദൂത് പറഞ്ഞാൽ ഉടനെ ദൂതന്മാർ ഇറങ്ങും. ഏഞ്ചൽസ് ഇറങ്ങും. ഏഞ്ചൽസ് ഇറങ്ങിയാൽ അടുത്ത നിമിഷം ചരിത്രം മാറും. അത്ഭുതം സംഭവിക്കും. ഹല്ലേലൂയ ജീസസ്. അന്യായ വിടുതൽ നടക്കാൻ പോവുക. ഇന്ന് ഇതിനകത്തിരിക്കുന്ന എല്ലാ അമ്മച്ചിമാരോടും എല്ലാ സഹോദരന്മാരോടും ആത്മാവ് ദൂത് പറയുക, വിടുതൽ നടക്കാൻ പോവുക. ഏത് വിഷയത്തിലാണ് നീ ഭാരപ്പെടുന്നത്, ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് മുമ്പ് നിന്റെ ലൈഫിൽ വിടുതൽ നടക്കാൻ പോവുക.
കർത്താവ് ഒരു വിടുതല്, ഒരു ഇടിവെട്ട് പോലെ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ദൈവത്തിന്റെ ശക്തിയുള്ള കരം ഇന്നത്തെ ദിവസം മൂന്നാം ദിവസം പച്ചവെള്ളം വീഞ്ഞാകുന്നു. ഓ, ഫണ്ടുകൾ കയറി വരുന്നു, ഫൈനാൻസുകൾ കയറി വരുന്നു, ഗോൾഡുകൾ വരാൻ പോകുന്നു. ഗോൾഡ് ഈ വർഷം, ഗോൾഡുകളുടെ വർഷം ഈ വർഷം, ഡയമണ്ടിന്റെ വർഷം ഈ വർഷം, പ്രോപ്പർട്ടികളുടെ വർഷം ഈ വർഷം, സ്ഥലങ്ങൾ വാങ്ങുന്ന വർഷം ഈ വർഷം, പ്രമാണങ്ങൾ എഴുതുന്ന വർഷം ഈ വർഷം, ജോലിയില്ലാത്തവർക്ക് ജോലി കിട്ടുന്ന വർഷം ഈ വർഷം, വിവാഹങ്ങൾ നടക്കുന്ന വർഷം ഈ വർഷം, അത്ഭുതമായ തലമുറകൾ ഉണ്ടാകുന്ന വർഷം ഈ വർഷം, സമൃദ്ധിയുടെ വർഷം ഈ വർഷം, ഓവർഫ്ലോയിങ് ഗ്ലോറിയുടെ വർഷം ഈ വർഷം, അത്ഭുതങ്ങളുടെ വർഷം ഈ വർഷം, സൂപ്പർ നാച്ചുറലിന്റെ വർഷം ഈ വർഷം, ഏദൻ തോട്ടത്തിലെ പോലെ രാജകീയ വാഴ്ചയുടെ വർഷം. രാജകീയ വാഴ്ച, രാജകീയ വാഴ്ച. നമ്മൾ രാജാക്കന്മാരെ പോലെ വാഴാൻ പോവുക, ഒന്നിനും കുറവില്ല. ഹല്ലേലൂയ. പ്രവാചകന്റെ അടുത്ത് ഒന്ന് പോവാനുള്ള മനസ്സ് കാണിച്ചാൽ മതി. സ്വന്തമായി കാര്യങ്ങളൊന്നും തീരുമാനിച്ച് നടപ്പാക്കാതിരുന്നാൽ മതി. ഹല്ലേലൂയ, സ്തോത്രം. സ്വന്തമായി തീരുമാനങ്ങൾ കയറി നടപ്പിലാക്കുന്നവർക്ക് ഈ വർഷം വിടുതലിനുണ്ടാകത്തില്ല. എന്നാൽ പ്രവാചകന്റെ അടുക്കൽ പോയി നീ ദൂത് കേട്ടാൽ ഈ വർഷം നിന്റെ ലൈഫിൽ കാറ്റ് കാണുകയില്ല, മഴ കാണുകയില്ല, എന്നാൽ കുഴികൾ വെട്ടുവിൻ. ഞാൻ അതിനെ നിറയ്ക്കാൻ പോകുന്നു. നീ ആയിരിക്കുന്ന ദേശത്ത്, ഏരിയയിൽ ഇന്ന് നിന്റെ മുമ്പിൽ ഒന്നും കാണാനില്ല, ഒരു സൈന്യമില്ല, ഒരു അടയാളവുമില്ല. നിന്റെ വീട് നോക്കിയാൽ, തലമുറയെ നോക്കിയാൽ, നിന്നെ നോക്കിയാൽ നിന്റെ കയ്യിൽ ഒന്നുമില്ല, ശൂന്യമാണ്. എങ്ങനെ ചെയ്യും? എന്ത് ചെയ്യും? ആത്മാ പറയുന്നു, നീ ഇറങ്ങ, മൺവട്ടിയുമായിട്ട് ഇറങ്ങ, നീ അങ്ങോട്ട് കുഴിയെ വെട്ട്. നിന്റെ ജോലിയല്ല വെള്ളം നിറയ്ക്കുന്ന, എന്റെ ജോലിയാ. നിന്റെ ജോലി വെട്ടുക, കുഴിക്കുക എന്നുള്ളതാണ്. നീ അത് ചെയ്താൽ മതി, നീ കുഴിച്ചാ മതി. ഹല്ലേലൂയ. നീ കുഴിക്കാൻ തയ്യാറാണോ? എത്ര പേർ കുഴിക്കാൻ തയ്യാറാ? പ്രാർത്ഥന ഒരു കുഴിയെടുക്കുന്നത് പോലെ, ആരാധിക്കുന്നത് കുഴിയെടുക്കുന്നത് പോലെയാ. നീ പ്രാർത്ഥിച്ചാ മതി, നീ ആരാധിച്ചാ മതി, നീ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നാ മതി, നീ വിശ്വസിച്ചാൽ മതി. അത് കുഴിയെടുക്കുന്നതിന് തുല്യമാ. നീ കുഴിയെടുക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, മൺമട്ടി എടുത്തോണ്ട് ഇറങ്ങാനല്ല അതിന്റെ അർത്ഥം. നീ വെറുതെ ഇരുന്ന് ആരാധിക്ക, നീ വെറുതെ ഇരുന്ന് പ്രാർത്ഥിക്ക, നീ അങ്ങോട്ട് ബൈബിള് തുറന്നു വെച്ച് വായിക്ക, നീ മുട്ടുമടക്ക്. ദൈവം പറയാ, നീ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നത് കുഴിയെടുക്കുന്നതിന് തുല്യമാ. ഒന്നും കാണാതെ, കാറ്റ് കാണാതെ, മഴ കാണാതെ, മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന നിനക്ക്, ആരാധിക്കുന്ന നിനക്ക് ഒന്നും ഒരു വിടുതലില്ലെങ്കിലും നീ ദൈവസന്നിധിയിൽ ആരാധിക്കുന്നത് കുഴിയെടുക്കുന്നതിന് തുല്യമാണ്. ബൈബിൾ എടുത്ത് വായിക്കുന്നത്, വചനം കേൾക്കുന്നത്, അഭിഷിക്തന്മാരുടെ ദൂതുകൾ അനുസരിക്കുന്നത്, അത് കുഴിയെടുക്കുന്നതിന് തുല്യമാ. നീ അതങ്ങോട്ട് ചെയ്താൽ മതി. ഓരോന്നിന്റെ അർത്ഥം മനസ്സിലാക്കണം. വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ മൺവട്ടി എടുത്ത്, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ ചെന്ന് നമ്മാട്ടി എടുത്തുകൊണ്ട് ചെന്ന് കുഴിയെടുക്കാനല്ല ഇതിന്റെ അർത്ഥം. നിന്റെ കുഴിയെടുപ്പ് എന്ന് പറഞ്ഞാൽ ഇതാ: വിശ്വസിക്കുക, ആരാധിക്കുക, പ്രാർത്ഥിക്കുക, അനുസരിക്കുക, ദൈവത്തെ സ്തുതിക്കുക, വചനം വായിക്കുക, ദൈവത്തോട് ചേർന്ന് നടക്കുക, ദൈവസന്നിധിയിൽ ഇരിക്കുക, ദൈവത്തിന്റെ വചനം ധ്യാനിക്കുക. ദൈവത്തിന്റെ പ്രവാചകൻ പറഞ്ഞതുപോലെ, 1 സംഖ്യയിൽ പറയുന്നത് പോലെ, പരിഹാസികളെ കൂടെയുള്ള നടപ്പ് 25 അവസാനിപ്പിക്കുക, ദൈവഹിതമില്ലാത്ത കൂട്ടുകെട്ടുകൾ അവസാനിപ്പിക്കുക, ഫോൺ വിളികൾ അവസാനിപ്പിക്കുക, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ബന്ധങ്ങളിൽ നിന്ന് പുറത്തു വരിക. അത് തന്നെയാണ് കുഴിയെടുപ്പ്. അങ്ങനെ ഒരു കുഴിയെടുപ്പ് നീ നടത്തിയാൽ, ആത്മാവ് പറയുന്നു, ഞാൻ അതിനെ നിറയ്ക്കാൻ പോയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവരോട് ദൈവം പറഞ്ഞു, ഏത് വഴി പോണം? ഏതൻ വഴി പോണം, ഏതോ വഴി പോണം. ഹല്ലേലൂയ, പ്രൈസ്. വഴി ദൈവം പറഞ്ഞു കൊടുത്തു, അവരോട് പറഞ്ഞു കൊടുത്തു, ഏതോ വഴി നിങ്ങൾ പോകണം. ഏത് വഴി ഞങ്ങൾ പോകണം എന്ന് ചോദിച്ചു. കുഴി വെട്ടാൻ പറഞ്ഞു. വായിക്കാതെ 16 മുതൽ വായിക്കുക. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവീൻ. ഈ താഴ്വര, എല്ലാവരും പറഞ്ഞ ഈ താഴ്വര. ഏത് താഴ്വര? നിങ്ങളുടെ ജീവിതത്തിനകത്തുള്ള, നിങ്ങളായിരിക്കുന്ന ഏരിയയിലുള്ള അതേ സ്ഥലം. ഏരി വിട്ടും ദേശം വിട്ടൊന്നും ഓടണ്ട. അതേ ദേശത്ത്, അതേ സ്ഥലത്ത് ഈ താഴ്വര. ഹല്ലേലൂയ. എലീശ നോക്കി നിന്നപ്പോ തന്നെ അവർ കുഴിയെടുത്ത. ഹല്ലേലൂയ. പിന്നെ വായിച്ചോ? ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവീൻ. അനേകം കുഴികൾ, ഒന്നല്ല, എത്ര വെട്ടോന്ന്? ഹല്ലേലൂയ. എല്ലാം ഒരു മൾട്ടിപ്ലിക്കേഷനാ, ഒരു അബണ്ടൻസാ. ഒരു കുഴി വെട്ടി മടിയന്മാരായിട്ടിരിക്കരുത്. ഒന്ന് പ്രാർത്ഥിച്ചു,
ഒന്ന് വചനം ഇത് കേട്ട് എരിവ് പ്രാപിച്ചിട്ട് വീട്ടിൽ ചെന്ന് ജസ്റ്റ് ഉടനെ തന്നെ ഒന്ന് പ്രാർത്ഥിച്ച് പിന്നെ ബൈബിളും തുറക്കുകയില്ല, വായിക്കുകയില്ല, പ്രാർത്ഥിക്കുകയില്ല, പിന്നെ അനുസരണമില്ലാതെ വന്നാൽ അവിടെ ഇരിക്കുകയുള്ളൂ. എന്നാൽ അനേകം പ്രാവശ്യം എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും വിശ്വസിക്കുകയും വചനം വായിക്കുകയും ചെയ്താൽ എന്ത് ചെയ്യും? അനേകം കുഴികൾ വെട്ടുവീൻ. നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല. എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. ഓ, മഴയും കാണൂല, കാറ്റും കാണത്തില്ല. പക്ഷെ നിങ്ങളും, അതായത് ഞാനും നിങ്ങളും, ഹല്ലേലൂയ, നിങ്ങളും നിങ്ങളുടെ ആടുകളും മൃഗങ്ങളും എന്ത് ചെയ്യും? വെള്ളം കുടിച്ച് നിറയും, കവിഞ്ഞു ഒഴുകും. അതുപോലെ കവടിയാറ് നിറയാൻ പോവുക. ഇതേ സ്വന്തം ദേശത്തെ ഈ കവടിയാറ് തന്നെ സ്വർഗത്തിലത് എവിടെ അവസാനിക്കുമെന്ന് പറഞ്ഞോ, എവിടെ തീരുമെന്ന് പറഞ്ഞോ, എവിടെ പിശാച് ശത്രുക്കൾ അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞോ, എവിടെ നിന്നെ കുഴിച്ച് മൂടുമെന്ന് പറഞ്ഞോ, എവിടെ നിന്നെ പൂട്ടിക്കുമെന്ന് പറഞ്ഞോ, അതേ ദേശത്ത് മിദ്യാന്യ ശക്തികളെ തകർക്കുവാൻ ഗിദെയോനെ ദൈവം തെരഞ്ഞെടുത്തതുപോലെ ദൈവം നമ്മെ തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ഈ ദൈവസഭ ഈ പട്ടണം പിടിക്കാൻ പോവുകയാണ്. ദൈവം അതിരിട്ട് വേലികെട്ട് ചില സ്ഥലങ്ങളെ നമുക്ക് തന്ന് അവിടെ നമ്മൾ ആലയങ്ങളെ പണിയാൻ പോവുകയാണ്. നമ്മുടെ കൂട്ടം ആടുകൾ എന്ന് പറഞ്ഞ ആടുകൾ ഒരു വലിയ കൂട്ടം, ഒരു വലിയ സമൂഹമായി ദൈവം ഈ സഭയെ വളർത്താൻ പോവുകയാണ്. ഹല്ലേലൂയ. നീയും നിന്റെ ആടുകളും വായിച്ചോ, നീയും നിങ്ങളുടെ ആടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും. മൃഗവാഹനങ്ങളും എന്താണ്? അതായത് നിന്റെ പെട്രോൾ അടിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത നിന്റെ വണ്ടിയിൽ നിറഞ്ഞു കവിഞ്ഞൊഴുകും പെട്രോളും ഡീസലും. അങ്ങ് ഡിക്ലെയർ ചെയ്തോ വിശ്വസിക്കുന്നവര്. വണ്ടിയുള്ളവരൊക്കെ ഡിക്ലെയർ ചെയ്തോ. വാഹനമുള്ളവർ പറയുക, നമുക്ക് ഇഷ്ടം പോലെ വാഹനം വരാൻ പോകും. ആ വാഹനങ്ങളിൽ ഒരിക്കലും ഡീസലിനോ പെട്രോളിനോ കുറവുണ്ടാകത്തില്ല. ഈ രാജ്യത്ത് എത്ര പെട്രോളിന് വില കൂടിയാലും ഡീസലിന് വില കൂടിയാലും നമ്മുടെ വാഹനങ്ങളിൽ എല്ലാ പെട്രോൾ ടാങ്കുകളും നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകാൻ പോവുകയാണ്. ഓവർഫ്ലോ, എപ്പോഴും പെട്രോൾ നിറഞ്ഞ് കവിഞ്ഞ് വാഹനങ്ങൾ, ഹല്ലേലൂയ, സ്തോത്രം, കഴിച്ച ഫുഡുകൾ ഇഷ്ടംപോലെ ഫുഡ്, ഇഷ്ടംപോലെ എല്ലാം നിറയാൻ പോവുക. നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകി തിന്ന് കുടിച്ച് തൃപ്തിപ്പെടുന്ന സമൃദ്ധി, വലിയ സമൃദ്ധി, ഒരു വലിയ സമ്പത്ത് വർദ്ധിച്ച് മഹാധനവാനായി മാറും എന്ന് വചനം പറയുന്നത് പോലെ യോസേഫ് തൻ്റെ സഹോദരങ്ങൾക്ക് സഞ്ചിയിൽ നിറച്ച് ധാന്യം കൊടുത്തു വിട്ടു. അവർ വീട്ടിൽ ചെന്ന് കെട്ടഴിച്ച് നോക്കിയപ്പോൾ അതിനകത്ത് പണക്കെട്ടടിക്കുന്നു. അത് കണ്ടവർ ഭയപ്പെട്ടു പോയി. അതായത് ഈ വർഷം ചില സഞ്ചികളിൽ, വലിയ സഞ്ചികളിൽ പണം നീ പേടിച്ചു പോകുന്ന രീതിയിൽ എന്നെ കൊണ്ട് എടുക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. 2025 ദൈവാത്മാ പറയാണ്, കണ്ട് ഭയപ്പെടാൻ പോവുക. കണ്ട് ഭയപ്പെടുന്ന പണം കണ്ട് ഭയപ്പെട്ടു പോകും. ഇത് ഞാൻ എന്ത് ചെയ്യും? ഇത്രയും പണം ഞാൻ എന്ത് ചെയ്യും? പണം കണ്ട് ഞാൻ ഭയപ്പെടുന്നത് പോലെ 2025 എടുക്കാൻ സാധിക്കത്തില്ല. സഞ്ചിയിലോ ബാഗിലോ അല്ല, ചുമട്ടുകാർ ചുമന്നു കൊണ്ടുവന്ന് നിനക്ക് വെച്ച് തരുന്ന കാലമാണിത്. ചുമട്ടുകാർ പണം ചുമന്നു കൊണ്ടുവന്ന് വീട്ടിനകത്ത് കൊണ്ട് വെച്ച് തരുന്ന, കാറിനകത്ത് വെച്ച് തരുന്നത് പോലെ 2025 ഫണ്ട് കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകി ഫൈനാൻസുകൾ നിറഞ്ഞ്, ഫണ്ടുകൾ നിറഞ്ഞ്, അബണ്ടൻസ്, ഗ്ലോറി, സത്യ ദൈവനാമത്തിൽ. അതിനാൽ ഞങ്ങളെ തന്നെ അനുഗ്രഹിക്കുന്നു. ഗോൾഡുകൾ, എടുക്കാൻ പറ്റാത്ത ഗോൾഡുകൾ, എടുക്കാൻ പറ്റാത്ത പ്രമാണങ്ങൾ, ചാവികൾ, കാറുകൾ, നിറഞ്ഞ ഇടാൻ ഇടമില്ലാതെ വലിയ ദൈവപ്രവർത്തികൾ വെളിപ്പെടട്ടെ സത്യ ദൈവനാമത്തിൽ. അതിനാൽ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പുൽപ്പിറ്റിൽ നിന്ന് സത്യ ദൈവനാമത്തിൽ ഈ വചനങ്ങളാൽ എന്നെ തന്നെ അനുഗ്രഹിക്കുകയാണ്. മനസ്സിലായോ? നിറവിന്റെ ആഴം കിടക്കുന്നത് കണ്ടോ? പ്രൈസ് ദി ലോർഡ്. നീ കാറ്റ് കാണയില്ല, മഴ കാണത്തില്ല. നീ അനേകം കുഴികൾ വെട്ടാൻ നീ പറഞ്ഞോ, ഇഷ്ടംപോലെ പറഞ്ഞോ. ദൈവം പറയുക, നിനക്ക് മതി എന്ന് പറഞ്ഞാലും ദൈവം അളവ് കൂടാതെ അളക്കല് നിർത്തുന്ന രീതിയിൽ, ഭയപ്പെട്ടു പോകുന്ന രീതിയിൽ 2025 നമ്മളെ ദൈവം ഓടിച്ചിട്ട് അനുഗ്രഹിച്ച് മതി എന്ന് പറഞ്ഞാലും അത് അനേക കുഴി എത്ര നീ വെട്ടിയാലും അതെല്ലാം നിറയ്ക്കാൻ പോയ. മഴയില്ല, കാറ്റുമില്ല. പക്ഷെ പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഇതാ വെള്ളം കൊണ്ട് താഴ്വര നിറഞ്ഞു കിടക്കുക. ഇന്ന് ഈ ദൂത് കേൾക്കുന്ന മണിക്കൂറുകൾക്കകത്ത് ചിലതൊക്കെ നിറയ്ക്കാൻ പോവുക ദൈവം.
ഹല്ലേലൂയ. ദൂത് കേട്ടിട്ട് പോയി. പിറ്റേന്ന് രാവിലെ നോക്കിയപ്പോൾ താഴ്വര വെള്ളം കൊണ്ട് നിറഞ്ഞു. എങ്ങനെ? മഴയില്ലായിരുന്നു, ഇടിയില്ല, മിന്നലില്ല, കാറ്റില്ല, ഒന്നുമില്ല. എഴുന്നേറ്റ് നോക്കിയപ്പോൾ താഴ്വര വെള്ളം കൊണ്ട് നിറഞ്ഞു. നീ എങ്ങനെയാണെന്ന് ചെയ്ത്, എങ്ങനെ വിടുതൽ, എങ്ങനെ അത്ഭുതം, എങ്ങനെ നിറയും? ഇതൊന്നും ചോദിക്കരുത്, മണ്ടത്തരം പറയരുത്. ഹല്ലേലൂയ. ദൈവമല്ലേ ചെയ്യുന്നത്? ദൈവത്തിന് അസാധ്യമായത് വല്ലതുണ്ടോ? നാളെ രാവിലെ നോക്കുമ്പോൾ മുഴ കാണത്തില്ല. നാളെ രാവിലെ കാണുമ്പോൾ ചില ഓപ്പറേഷനുകൾ കാണത്തില്ല. നാളെ രാവിലെ കാണുമ്പോൾ ചില പാടുകൾ, സ്കിൻ അലർജികൾ കാണത്തില്ല. നാളെ രാവിലെ നോക്കുമ്പോൾ നിന്റെ അലർജി കാണത്തില്ല, ആസ്മ കാണത്തില്ല, രോഗം കാണത്തില്ല, ശരീരത്തിലെ മുഴകൾ കാണത്തില്ല. എല്ലാ രോഗങ്ങളും, എല്ലാ ശാപങ്ങളും, എല്ലാ മരണങ്ങളും, എല്ലാ നീരുകളും, ശരീരത്തിലെ നീരുകളും, പെടലുവേദനകളും, നടുവേദനകളും, സകല അസ്വസ്ഥതകളെ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ നിമിഷം എടുത്ത് കളയുകയാണ്. ഹല്ലേലൂയ ജീസസ്. ആസ്മ കാണത്തില്ല, ഡയബറ്റീസ് കാണത്തില്ല, അലർജി, സ്കിൻ അലർജികൾ കാണത്തില്ല, ലിവർ, ഫാറ്റി ലിവറുകൾ കാണത്തില്ല. ഇതാ നിന്റെ ശരീരം ഒരു കൊച്ചു കുഞ്ഞിന്റെ ശരീരം പോലെ യൗവനമായി മാറാൻ പോകുന്നു. യൗവനം പുതുകാൻ പോകുന്നു. നിന്റെ സൗന്ദര്യം വർദ്ധിക്കാൻ പോകുന്നു. നിന്റെ സൗന്ദര്യം വർദ്ധിക്കുന്ന വർഷമാണ് 2025. നീ വണ്ണം വയ്ക്കാൻ പോകുന്നു. അസ്ഥികൂടമായിരിക്കുന്ന നിന്നെ ദൈവം പുഷ്ടിയുള്ളവരാക്കാൻ പോകുന്നു. വണ്ണം വെച്ചിരിക്കുന്ന നിങ്ങൾ സ്ലിം ബ്യൂട്ടി ആകാൻ പോകുന്നു. കർത്താവ് നിങ്ങളെ ശാരീരിക സൗഖ്യങ്ങളെ തന്ന് മാനിക്കാൻ പോവുകയാണ്. ഹീലിംഗുകൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ സ്ഥിതി മാറാൻ പോവുകയാണ്. ഹല്ലേലൂയ. ക്യാൻസർ രോഗങ്ങളെല്ലാം മാറാൻ പോവുക. എല്ലാ ക്യാൻസറിന്റെ ദുരാത്മ മണ്ഡലങ്ങളും ശാസിച്ച് ഫലിച്ച് പുറത്താക്കുന്നു. ശാപങ്ങൾ അഴിയട്ടെ. എല്ലാ മരണങ്ങളും, രോഗവും, ശാപവും, എല്ലാ പ്ലേറ്റ്ലെറ്റ് കൗണ്ടും, ഹീമോഗ്ലോബിന്റെ കൗണ്ടുകളെല്ലാം നോർമലായി. എല്ലാ സിങ്കും, ഹാർട്ട് പ്രോബ്ലങ്ങളും, ഹല്ലേലൂയ, ലങ്സിന്റെ പ്രോബ്ലം, ഹാർട്ടിന്റെ പ്രോബ്ലങ്ങൾ, കംപ്ലീറ്റ് കണ്ണിന്റെ പ്രോബ്ലങ്ങൾ, ഹല്ലേലൂയ, സ്തോത്രം, എല്ലാ കാതുകളുടെ പ്രോബ്ലങ്ങൾ, ഇയർ ബാലൻസുകൾ, പരിശുദ്ധാത്മാ, മൈഗ്രെയിനുകൾ, എല്ലാം ബ്രേക്ക് ഫയർ ഇൻ ദ നെയിം ഓഫ് ജീസസ്. നിന്റെ ഭവനത്തിൽ അത്ഭുതങ്ങൾ നടക്കാൻ പോവുക. നിന്റെ ഭവനം ഒരു പൂന്തോട്ടമാകാൻ പോവുക. നിന്റെ ഭവനത്തില് വലിയ സന്തോഷം ആറാടാൻ പോവുക. നീ തുള്ളിച്ചാടാൻ പോവുകയാണ്. നിന്റെ ഭർത്താവിന് നിന്നോടുള്ള ഇഷ്ടം കൂടാൻ പോവുക. നിന്റെ ഭർത്താവിന് ഈ വർഷം നിന്നോടുള്ള ഇഷ്ടം 1000 മടങ്ങ് കൂടാൻ പോവുകയാണ്. ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ ആഴങ്ങൾ കൂടാൻ പോവുകയാണ്. സ്നേഹം കൂടാൻ പോവുകയാണ്. ഐക്യത കൂടാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇല്ലാത്തതെല്ലാം ഉണ്ടായി വരും. നിന്റെ കുടുംബത്തിലോ ഭവനത്തിലോ നിന്റെ ജീവിതത്തിലോ എന്തൊക്കെയാണ് ഇന്നില്ലാത്തത്, ഈ നിമിഷമില്ലാത്തത്, എല്ലാം ദൈവം സമൃദ്ധിയായി താഴ്വരകൾ നിറഞ്ഞു കവിഞ്ഞൊഴുകാൻ പോകുന്നു. എങ്ങനെ സംഭവിച്ചു എന്ന് ലോകം ഞെട്ടിപ്പോകും. ഭയങ്കര ഞെട്ടലും ഞടുക്കം ഉണ്ടാകും. എല്ലാവരും അത്ഭുതപ്പെടും, ആശ്ചര്യപ്പെടും, ഞെട്ടിപ്പോകും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വായിച്ചോ. നിങ്ങളുടെ ആടുമാടുകളിലും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. ഇത് പോരാ എന്ന് യഹോവയ്ക്ക് തോന്നിയിട്ട്. ഇത് പോരാ എന്ന് യഹോവയ്ക്ക് തോന്നിയിട്ട്. അതാണ് ഈ പോരാതെ വരുന്ന. അതായത് ഈ ഒരു സീസൺ 2025 എന്ന് പറഞ്ഞാൽ നമ്മളെ ദൈവത്തിന് അനുഗ്രഹിച്ചിട്ട് പോരാന്ന് ദൈവത്തിന് തോന്നും. നിന്നെ ദൈവത്തിന് അനുഗ്രഹിച്ചിട്ട് പോരാ എന്ന് തോന്നുന്ന വർഷം 2025. ഇതൊക്കെ ഭയങ്കര റെവലേഷനാ. മനുഷ്യന് തോന്നും മതിയെന്ന്. നിനക്ക് 100 രൂപ തന്നാൽ, 1000 രൂപ തന്നാൽ, 7000 രൂപ തന്നാൽ, 6000 തന്നാൽ, നിനക്ക് ഇന്ന് എന്തെങ്കിലും കിട്ടിയാൽ തരുന്ന മനുഷ്യൻ പറയും ഇത് പോരെ, ഇത് മതിയല്ലോ, ഇത് നിന്റെ യോഗ്യത ഇത്രേ ഉള്ളൂ എന്ന് പറയും. പക്ഷെ ദൈവം പറയും പോരാ, എനിക്ക് അവനെ അനുഗ്രഹിച്ചിട്ട് പോരാ. ഗ്രേസ്, ഗ്രേസ, ഗ്രേസ, കൃപയാ, കൃപയാ, കൃപ, മഹാകൃപ, വർദ്ധിച്ച് പെരുകുന്ന കൃപ, അബണ്ടൻസ് ഗ്രേസ്, അബണ്ടൻസ് ഗ്രേസ്. പോരാ, പോരാ, പോരാ. ദൈവമേ എന്നോട് തോന്നണേന്ന് പ്രാർത്ഥിക്ക്.
എന്നെ അനുഗ്രഹിച്ചിട്ട് പോരാ എന്ന് തോന്നുവാൻ, എന്നെ അനുഗ്രഹിച്ചിട്ട് ദൈവത്തിന് അത് പോരാ എന്ന് തോന്നത്തക്ക ഒരു സീസൺ ശ്രീജുവിനെ അനുഗ്രഹിച്ചിട്ട് എന്റെ ദൈവത്തിന് അത് പോരാ. ഹല്ലേലൂയ. ഓ ഭയങ്കരമായ, അത് അണ്ടർലൈൻ ചെയ്യും നിന്റെ ബൈബിളിനകത്ത്. നിങ്ങളുടെ ബൈബിളിനകത്ത് അത് അണ്ടർലൈൻ ചെയ്യുക. അതിനെ അത് പ്രവാചകം ദൂത് പറയുക. എന്താണ്? കാറ്റ് കാണുകയില്ല, മഴ കാണുകയില്ല, എന്നാൽ നിങ്ങളുടെ ആടുമാടുകൾ, നിങ്ങളുടെ മൃഗവാഹനങ്ങൾ, അത് ഡീസൽ, പെട്രോൾ ഈ വർഷം ഓവർഫ്ലോയാണ്. ഹല്ലേലൂയ. നമ്മളെങ്ങനെ ഓടിച്ചുകൊണ്ടേയിരിക്കും. അടിക്കാൻ എല്ലാം കർത്താവ് സൂപ്പർ നാച്ചുറൽ അത് നിറഞ്ഞ് കവിഞ്ഞങ്ങ് ഒഴുകും. എന്നിട്ട് ദൈവം പറയുകയാണ്, മൃഗവാഹനം കുടിക്കുന്ന ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും, ഇത് പോരാ. അവിടെ അങ്ങ് പിന്നെ പേന കൊണ്ട് വരയ്ക്ക്, പേന കൊണ്ട് അങ്ങോട്ട് വരയ്ക്കതിനെ. എന്നിട്ട് അതിനെ ഇങ്ങോട്ട് എല്ലാ ദിവസവും എടുത്ത് ഉമ്മ വയ്ക്കണം. അതിനെ എടുത്തങ്ങോട്ട് അനുഗ്രഹിക്കണം, ഇതിൽ കൈവയ്ക്കണം. എന്നിട്ട് അങ്ങോട്ട് നീ പ്രാർത്ഥിക്കണം, ദൈവത്തിന് എന്നോട് കൃപ തോന്നിയിരിക്കുന്നു, എന്നെ ദൈവത്തിന് അനുഗ്രഹിച്ചിട്ട് ദൈവത്തിന് പോരാ എന്ന് തോന്നിയിരിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഇത് പോരാ എന്ന് യഹോവയ്ക്ക് തോന്നിയിട്ട് അവൻ മോവാബ്യരെയും നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും. അതായത് ദൈവത്തിന് നമ്മളെ അനുഗ്രഹിച്ചിട്ട് പോരാന്ന് തോന്നിയിട്ട് നമ്മുടെ ശത്രുക്കളുടെ കയ്യിലിരിക്കുന്ന സമ്പത്തും കൂടെ നമ്മളെ കയ്യിൽ തരാൻ പോകും. നമ്മുടെ ശത്രുക്കളെല്ലാം തോറ്റ് തുന്നം പാടി 2025 ശത്രുക്കളെല്ലാം നമ്മുടെ കാൽച്ചൂട്ടിൽ വരും. ഹല്ലേലൂയ. ഇത് പോരാ. അത് ദൈവത്തിന് തോന്നിയതാ. ദൈവത്തിന് തോന്നാത്തത് കൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ കിടക്കുന്നത്. ദൈവത്തിന് തോന്നിയാലുണ്ടല്ലോ നിന്നെ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. ഹല്ലേലൂയ. പിന്നെ നീ സ്വന്തം ഫ്ലൈറ്റാ നിനക്ക് പിന്നെ. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന് ഒന്ന് പോരാന്ന് തോന്നിയാൽ നീ രക്ഷപ്പെട്ടെന്ന് അതിൻ്റെ അർത്ഥം. അതൊന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ച്, ദൈവമേ, ഇന്ന് ഈ ബൈബിളിൽ വേദപുസ്തകം എഴുതിയിരിക്കുന്നത് പോലെ ഇസ്രായേൽ രാജാക്കന്മാരോട് തോന്നിയ കരുണ, എലീശ പറഞ്ഞ ദൂത് പോലെ എന്ന് ഈ 2025 എന്നോടും അങ്ങേക്ക് തോന്നണമേ, എന്നോട് അങ്ങേക്ക് കരുണ തോന്നണമേ, കൃപ തോന്നണമേ, എന്നെ അങ്ങ് അനുഗ്രഹിക്കണമേ. എന്നെ അനുഗ്രഹിച്ചിട്ട് പോരാ എന്ന് തോന്നത്തക്ക രീതിയിൽ ദൈവമേ അങ്ങനെയോട് കൃപയും കരുണയും കാണിക്കണമേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ശത്രുക്കളെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരുന്ന വർഷം. ഹല്ലേലൂയ. അത് മാത്രമല്ല അവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ ഉറപ്പുള്ള പട്ടണങ്ങളും ശ്രേഷ്ഠ നഗരങ്ങളുമെല്ലാം ജയിച്ചടക്കുകയും. ഓ ഗ്ലോറി, ഗ്ലോറി. മനസ്സിലായ? ഉറപ്പുള്ള പട്ടണം എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകളായി, പതിറ്റാണ്ടുകളായി തിരുവനന്തപുരം പട്ടണങ്ങളെ പിടിച്ചു വച്ചിരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ 2025 പൊട്ടി. സർപ്പം ചുറ്റിയിരിക്കുന്ന, സർപ്പം പിടിച്ചു വച്ചിരിക്കുന്ന ഈ നഗരത്തെ, പൈശാചിക മണ്ഡലങ്ങൾ പിടിച്ചു വച്ചിരിക്കുന്ന നഗരത്തെ നമുക്ക് KFM-ന് ദൈവം പ്രമാണം ചെയ്തു തരാൻ പോയ ഉറപ്പുള്ള പട്ടണങ്ങളും. അതായത് ഇവിടെ മാത്രമല്ല, 2025 ഏത് പട്ടണങ്ങളിൽ കാല് ചവിട്ടിയാലും ആ പട്ടണം ഞെരിഞ്ഞമരും. ആ പട്ടണം എനിക്ക് അവകാശമായി ലഭിക്കും. ആ പട്ടണത്തിന്റെ സമ്പത്ത് ഞാൻ കൊള്ളയടിക്കും. ആ പട്ടണം എന്റെ കാൽ കീഴിലാകും. യേശുവിന്റെ നാമത്തെ ഞാൻ കൽപ്പിക്കുന്നു. പട്ടണങ്ങളെ ഞാൻ പിടിച്ചടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഉറപ്പുള്ള പട്ടണങ്ങളെല്ലാം 2025 ഞങ്ങളുടെ കരങ്ങളിൽ. ദൈവം പോരാന്ന് തോന്നിയത് എൻ്റെ കർത്താവേ, ദൈവത്തിന്റെ ദൂത് അന്യായ ദൂതായത്. ആദ്യം ദൈവം പറഞ്ഞ് ഇഷ്ടം പോലെ കുടിക്കാം, എല്ലാം നിറഞ്ഞ് കവിഞ്ഞൊഴുകുമെന്ന്. കവിഞ്ഞൊഴുകുക മാത്രമല്ല, പിന്നെ പട്ടണങ്ങൾ തരും, ഉറപ്പുള്ള പട്ടണങ്ങൾ തരും. ദൈവത്തിന് പോരാ എന്ന് തോന്നിയിട്ട് ശത്രുക്കളെ നമ്മളെ കയ്യിൽ തരും. എന്നിട്ട് ഉറപ്പുള്ള പട്ടണം മുഴുവൻ നമ്മളെ കയ്യിൽ തരും. ശ്രേഷ്ഠ നഗരങ്ങൾ ജയിച്ചടക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശ്രേഷ്ഠ നഗരങ്ങൾ ജയിച്ചടക്കി. നല്ല വൃക്ഷം എല്ലാം മുറിക്കും. അതായത് 50,000 സ്ക്വയർ ഫീറ്റുള്ള കേരളത്തിലെ ആദ്യത്തെ വലിയ വീട്
ഹാലേലുയ്യ. വെക്കണമെന്ന് ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? ചുമ്മാ ആഗ്രഹിച്ച് 50,000 സ്ക്വയർ ഫീറ്റ്. ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വരുന്ന 29,000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാ ചുമ്മാ അങ്ങേര് വരണത്. 50,000 സ്ക്വയർ ഫീറ്റുള്ള വീട് വേണമെങ്കിൽ മുറിക്കണ്ടേ നല്ല വൃക്ഷങ്ങൾ? വീടിന് ഇത് വേണ്ടേ? നല്ല വാതിൽ വേണ്ടേ? ജനൽ വേണ്ടേ? തേക്ക് വേണ്ടേ? നമുക്ക് ദേവദാരു വേണ്ടേ? വിലയേറിയ വൃക്ഷങ്ങൾ. ഒന്ന്, അത് വൃക്ഷങ്ങളെ കാണിക്കുന്ന അങ്ങനെ പറയാം. രണ്ട്, ഈ പട്ടണത്തിലെ ഏറ്റവും വലിയ മൾട്ടി ബില്യനേഴ്സ്, അതാണ് വൃക്ഷം. വിലയേറിയ പ്രഭുക്കന്മാർ, വിലയേറിയ മനുഷ്യർ ഈ സഭയിൽ. നമ്മൾ ആർക്കും മുറിക്കാൻ പറ്റാത്തത്, ആർക്കും തൊടാൻ പറ്റാത്ത, വാല്യുബിൾ ആയിട്ടുള്ള, വലിയ വാല്യൂ ഉള്ള, നമുക്ക് അവരുടെ വീട്ടിനകത്ത് കയറാൻ പറ്റാത്ത, നമ്മൾക്ക് അവരുമായിട്ട് മീറ്റ് ചെയ്യാൻ പോലും നമുക്ക് ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഇല്ല, യോഗ്യതയില്ല. പക്ഷെ ദൈവം അങ്ങനെയുള്ളവരെ നമ്മുടെ അടുക്കലോട്ട് മുറിച്ച് കൊണ്ടുവരാൻ പോയി. യെസ്, യേശുവിന്റെ നാമത്തിൽ വിലയേറിയത്. ഹല്ലേലൂയ. അപ്പൊ നമുക്കുള്ള ദൂതെന്ന് പറഞ്ഞ അന്യായ ദൂതല്ലേ ഇത്? ഭയങ്കരമായ പ്രവചന ദൂതുകളാ. പരിശുദ്ധാത്മാവ് പിറ്റേ നാൾ വെള്ളം ഏതോ വഴിയായി വരുന്നത് കണ്ടോ? വെള്ളത്തെ ദൈവം റൂട്ട് തിരിച്ച് നമുക്ക് പ്രവാചകൻ പറഞ്ഞ അതേ സ്ഥലത്ത് കൂടെ ഏതോ വഴി തന്നെ. അതാ മരുഭൂമിയിൽ എങ്ങനെ വെള്ളം വരും? മരുപ്പച്ച പോലെ മരുഭൂമിയായിട്ട് കിടക്കുന്ന സ്ഥലത്ത് കൂടെ പ്രതീക്ഷയില്ലാത്ത, ഏതൊരു വഴിയുമില്ല, നീരറവുകളില്ല, കിണറുകളില്ല, ഒന്നുമില്ലാത്ത സ്ഥലത്തൂടെ ദൈവം ഇത് ഏതോ വഴി, ഇത് വഴി തിരിച്ചു വിട്ട് വെള്ളം. ആ വഴി വന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം എന്ത് ചെയ്യുന്ന? ഈ രാജാക്കന്മാർ തങ്ങളോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു വന്നുവെന്ന് മോവാബ്യരൊക്കെയും കേട്ടപ്പോൾ അവർ ആയുധം ധരിക്കാൻ തക്ക പ്രായത്തിലുള്ള മേലോട്ടുള്ളവരെ വിളിച്ചുകൂട്ടി. അതിൽ നിന്നും രാവിലെ അവർ എഴുന്നേറ്റ് സൂര്യൻ വെള്ളത്തിന്മേൽ ഉദിച്ചിട്ട്, അതായത് ഒരു വഴിയില്ലാത്ത സ്ഥലത്ത് വെള്ളം വന്നപ്പോൾ അതിൻ്റെ മുകളിൽ സൂര്യൻ, ഉദയ സൂര്യനായ യേശു കർത്താവ് അങ്ങ് ഉദിച്ചു. ദൈവം അങ്ങോട്ട് ഉദിച്ചപ്പോൾ ശത്രുക്കൾക്ക് ആ വെള്ളം രക്തമായി തോന്നി. മനസ്സിലായോ? അതായത് താഴെ ഈ ഭൂമിയിലുള്ളവർക്ക്, അതായത് ദൈവജനത്തിന് അത് വെള്ളം, കുടിക്കാനുള്ള വെള്ളം. പക്ഷെ ശത്രുക്കൾ നോക്കിയപ്പോൾ രക്തം. ഹല്ലേലൂയ. അതാ യേശുവിൻ്റെ രക്തം കൊണ്ട് എന്നെ നിന്നെ ഈ 2025 ഒരു ശത്രുവിനും കാണാൻ പറ്റൂല. പേടിച്ചു പോവും. ശത്രുക്കളും പൈശാചിക മണ്ഡലങ്ങളും നിങ്ങളെ നോക്കുമ്പോൾ ഭയപ്പെടും. കാരണം നിന്നെ കാണുമ്പോൾ യേശുവിന്റെ രക്തം, നീ രക്തമായി മാറാൻ പോകും. നീ യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടാൻ പോകുന്നു. നിന്നെ പിശാചിന് കാണാൻ പറ്റൂല. അവൻ പേടിക്കും, അവൻ ഭയപ്പെടും. ഹല്ലേലൂയ. യേശുവിന്റെ രക്ത കോട്ടയ്ക്കുള്ളിൽ നിന്നെ അങ്ങോട്ട് ചുവപ്പായി. കർത്താവിന്റെ അഭിഷേകമുള്ള ദൈവജനത്തെ ഈ 2025 ഒരു ശത്രു എഴുന്നേക്കുന്ന ഓർമ്മ കാണത്തുള്ളൂ. അവൻ കണ്ട് പേടിച്ച് ഓടിക്കളയും. കാരണം യേശുവിന്റെ രക്തം നിന്നെ മൂടി മറയ്ക്കും. അവൻ നിന്നെ കാണുമ്പോൾ ഭയപ്പെടും. ഹല്ലേലൂയ ജീസസ്. പിന്നെ പറയാണ്, ആ രാജാക്കന്മാർ തമ്മിൽ പൊരുതി അന്യോന്യം സംഹരിച്ചു കളഞ്ഞു. നമ്മുടെ ശത്രുക്കൾ ഈ 2025 പരസ്പരം അടിച്ച് ചീതറും. നമ്മളെ അടിക്കാൻ വരുന്നവൻ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് റെഡിയായി. മിഥ്യാന്യ ശക്തികൾ തമ്മിൽ ഇതുപോലെ അടിച്ചതുപോലെ യവന്മാർ തമ്മിലടിച്ച് തീരും. അപ്പോഴവർ പറയാണ് കൊള്ളയ്ക്ക് വരാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അതായത് മോവാബിനെ തോൽപ്പിച്ചിട്ട് അവരെ മുഴുവൻ കൊള്ളയടിച്ചു. ഈ 2025 ഭയങ്കരമായ വർഷം, അത്ഭുതങ്ങളുടെ വർഷം. ശത്രു നിന്നെ കാണുമ്പോൾ പേടിച്ച് വിറയ്ക്കും. യേശുവിന്റെ രക്തം. ഹല്ലേലൂയ. സ്വർഗം നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന അത്ഭുതങ്ങള്, കൂട്ടം വിടുതല, അത്ഭുതം, അന്യായ അത്ഭുതം. ഞങ്ങളത് വിശ്വസിക്കുന്നു. ഏറ്റവും വലിയ കീ വേടാണെന്ന് എന്താണെന്ന് അറിയാമോ? പോരാ. ദൈവത്തിന് നിന്നെ അനുഗ്രഹിച്ചിട്ട് പോരാ എന്ന് തോന്നുന്ന വർഷം. അതങ്ങ് ചാടി പിടിച്ചോ. എന്നെ അങ്ങോട്ടും ചോദിച്ചു 5 പേരോട് പറ, ദൈവത്തിന് എന്നെ അനുഗ്രഹിച്ചിട്ട് പോരാന്ന്.
ദൈവത്തിന് എന്നെ അനുഗ്രഹിച്ചിട്ട് അങ്ങോട്ട് പോരാ. ദൈവത്തിന് എന്നെ അനുഗ്രഹിച്ചിട്ട് പോരാ. എൻ്റെ അനുഗ്രഹം കണ്ടിട്ട് ദൈവത്തിന് തോന്നുന്നു പോരാ, പോരാ, പോരാ എന്ന് ദൈവത്തിന് തോന്നിയിരിക്കുന്നു. മനുഷ്യർക്ക് അസൂയ പിടിച്ചിരിക്കുന്നു. പക്ഷേ ദൈവത്തിന് എന്നെ അനുഗ്രഹിച്ചിട്ട് പോരാ, എന്നെ അനുഗ്രഹിച്ചിട്ട് മതിയാവുന്നില്ല. അതുകൊണ്ട് ശ്രേഷ്ഠ നഗരങ്ങളാണ് തരാൻ പോകുന്നത്. ഉറപ്പുള്ള പട്ടണങ്ങളെ തരാൻ പോവുക. ശത്രുവിനെ കാൽ കീഴിലാക്കാൻ പോവുക. ഓ ഹല്ലേലൂയ. ദൈവം എന്റെ മുകളിൽ ഈ വർഷം ഉദിക്കുന്ന വർഷം ഉദയ സൂര്യൻ നിനക്ക് തലയ്ക്ക് മുകളിൽ ഉദിക്കും. തേജസ് വ്യാപരിക്കും. യെശയ്യാ 60-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം പറയുന്നത് എന്താണ്? ജാതികളുടെ മേലെ കൂരിരുട്ടും അന്ധകാരവും, എന്നാൽ ദൈവത്തിന്റെ മക്കളുടെ മേലോ തേജസ് ഉദിക്കും. എൻ്റെ മേല്, എല്ലാവരും പറയും, എൻ്റെ മേല് ദൈവം ഉദിക്കാൻ പോകുന്നു. കർത്താവ് എൻ്റെ മേൽ ഉദിക്കുന്ന വർഷം, യേശു എൻ്റെ മേൽ ഉദിച്ചു നിൽക്കുന്ന വർഷം. അതുകൊണ്ട് ശത്രുവിന് എന്നെ കാണുമ്പോൾ ഭയമുണ്ടാകാൻ പോകുന്നു. ശത്രു പേടിച്ച് വിറയ്ക്കുന്ന, ഭയപ്പെടുന്ന വർഷം. കാരണം എൻ്റെ ദൈവം യഹോവയുടെ തേജസ് എൻ്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ തേജസ് എൻ്റെ മേൽ ഉദിച്ചിരിക്കുന്നത് കൊണ്ട് ശത്രുക്കൾക്ക് ഭയം. രാജ്യങ്ങളുടെ സമ്പത്ത്, രാജാക്കന്മാരുടെ സമ്പത്ത്, ജാതികളുടെ സമ്പത്ത്, ഒട്ടകങ്ങളും ചുറ്റൊട്ടകങ്ങളും ആടുമാടുകളും എന്റെ അടുക്കൽ കയറി വരും. എന്റെ മുമ്പിൽ എപ്പോഴും രാവും പകലും വാതിലുകൾ അടയാതിരിക്കും. യേശുവിൻ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ഒരു പാട്ടുപാടി ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ ജീസസ്. കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഓ വിശ്വസിച്ചാൽ കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വീടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കാരുതൽ കാണാം, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കാരുതൽ കാണാം. ഇസഹാക്ക് പ്രാർത്ഥന ദൈവം അനുഗ്രഹിച്ചു, പരിപാലിച്ചു. 2025 മൂന്നാമത്തെ ദിവസം, മൂന്നാം നാൾ കാനാവിലെ കല്യാണ നാളിലെ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയതുപോലെ ഞങ്ങളുടെ ജീവിതത്തെ വീര്യമുള്ള വീഞ്ഞാക്കി സമൃദ്ധിയായി വർദ്ധിച്ച് പെരുകി ഗ്ലോറി കൊണ്ട് നിറഞ്ഞ് യഹോവയുടെ തേജസ്സുകളുടെ മേൽ ഉദിച്ച് ശത്രുക്കൾക്ക് ഞങ്ങളെ കണ്ട് പേടി തോന്നി. ശ്രേഷ്ഠ നഗരങ്ങളും ശ്രേഷ്ഠമായ പട്ടണങ്ങളും ഉറപ്പുള്ള പട്ടണങ്ങളുടെ കാൽക്കീഴിലാക്കി എല്ലാ നിറവിന്റെ നിറവോളം ഞങ്ങളെ നിറച്ച് കവിഞ്ഞൊഴുകി ഭയപ്പെട്ടു പോകുന്നത് പോലെ, ശത്രുക്കൾ ചിതറി പോകുന്നത് പോലെ. ഓ കാറ്റ് കാണുകയില്ല, മഴ കാണുകയില്ല. ഞങ്ങൾ അനവധി ആയിരക്കണക്കിന് കുഴികളെ വെട്ടി അത് നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നതായ ഒരു വർഷമായി പരിശുദ്ധാത്മാവ് ചെയ്തെടുക്കാൻ പോയാണ്. ഓ അന്യഭാഷകൾ പറഞ്ഞ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ടെ. കേട്ട ദൂതുകൾ നിന്റെ ജീവിതത്തിനകത്ത് കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുവാൻ, അത് വെളിപ്പെട്ടു വരുവാൻ സ്തോത്രത്തോടെ കരകളെ ചേർത്തടിച്ച് ദൈവത്തെ ആരാധിച്ച് സത്യ ദൈവനാമത്തിൽ ഈ വചനങ്ങളാൽ എന്നെ തന്നെ അനുഗ്രഹിക്കുകയാണ്. ഞാനും എന്റെ കുടുംബം ഞങ്ങൾ യഹോവയെ സേവിച്ച് മഹത്വം കൊണ്ട് നിറഞ്ഞ് യഹോവയുടെ തേജസ്സുകളുടെ മേൽ ഉദിച്ച് യേശു ഞങ്ങളുടെ മേൽ, ഓ രാജാതി രാജാവും കർത്താതി കർത്താവും ഭൂരാജാക്കന്മാർക്ക് അധിപതിയും ഉദയ നക്ഷത്രമായ യേശു ക്രിസ്തുവിനെ ഉദിച്ചിരിക്കുന്നത് കൊണ്ട് സകല രാജ്യങ്ങളും രാജാക്കന്മാരും എന്റെ കാൽക്കീഴിലാകുമെന്ന് നിങ്ങൾ പ്രവചിക്കുകയാണ്. ദൈവത്തിന് എന്നെ അനുഗ്രഹിച്ചിട്ട് പോരാ എന്ന് തോന്നുന്ന രീതിയിൽ വർദ്ധിച്ച് പെരുകി അബണ്ടൻസ് ഗ്ലോറി. ഓ അളക്കുവാൻ സാധിക്കാത്ത ദൈവശക്തി, ഓ എന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വ്യാപാരത്താൽ എനിക്ക് സാധിക്കാത്ത ഒരു കാര്യവും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളത് വിശ്വസിച്ച് പ്രഖ്യാപിക്കുന്നു.
ഞങ്ങളത് പ്രാപിക്കുന്നു, അത് വിളിച്ചു പറയുന്നു. അതിന് ജീവനുള്ള ദൈവമായ യേശുവേ, ഞങ്ങളതിനെ റിസീവ് ചെയ്യുന്നു. ഹല്ലേലൂയ ജീസസ്. ദൈവത്തിന് എന്നെ അനുഗ്രഹിച്ചിട്ട് പോരാ, ദൈവത്തിന് എന്നെ അനുഗ്രഹിച്ചിട്ട് പോരാ എന്ന് തോന്നിയിരിക്കുന്നു. ദൈവത്തിന് എന്നെ അനുഗ്രഹിച്ചിട്ട് പോരാ എന്ന് തോന്നിയിരിക്കുന്നു. എൻ്റെ ദൈവത്തിന് എന്നെ എത്ര അനുഗ്രഹിച്ചിട്ടും മതിയാവുന്നില്ല. എൻ്റെ അപ്പൻ മകനായ എന്നെ അനുഗ്രഹിച്ചിട്ട് എൻ്റെ അപ്പന് മതിയാകുന്നില്ല. കർത്താവെ, ഞങ്ങൾ വലിയവ കാണുന്നു, ഞങ്ങൾ വലിയവ അനുഭവിക്കുന്നു, ഞങ്ങൾ വലിയവരായി മാറിയിരിക്കുന്നു. ഞങ്ങൾ അബ്രഹാമിൻ്റെ അനുഗ്രഹത്തെ പൂർണ്ണമായും ഞങ്ങളിലേക്ക് റിസീവ് ചെയ്യുന്നു. യേശുവേ